Dear students, our last class, electron spin resonance spectroscopy or ESR, electron spin resonance spectroscopy or EPR എന്നും പറയും. EPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ആ പേരും തന്നെ ഉണ്ട്. ഇവിടെ ഈ സ്പെക്ട്രോസ്കോപ്പി ഏതിലേ പോസിബിൾ ആവുള്ളൂ? പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ട്സിൽ മാത്രമേ നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ? EPR എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്സിലേക്ക് പോകാം. ESRൽ അല്ലെങ്കിൽ EPRൽ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയൻ ആണ്. EPR അല്ലെങ്കിൽ ESRൽ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ സോഴ്സ് എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയൻ ആണ്. NMRൽ നമ്മൾ യൂസ് ചെയ്തത് റേഡിയോ ഫ്രീക്വൻസി ആയിരുന്നു അല്ലേ. ഇനി ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? മാഗ്നറ്റിക് എനർജി ലെവൽസ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഹിയർ ഈ മൈക്രോവേവ് റീജിയനിലുള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ ട്രാൻസിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് എനർജി ലെവൽസ് ഓഫ് ആൻ ഇലക്ട്രോണിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഇനി അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഇങ്ങനെ ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് എനർജി ലെവൽസിൽ ട്രാൻസിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആ മോളിക്യൂളിൽ എന്തുണ്ടായിരിക്കണം? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? അൺപെയർഡ് ഇലക്ട്രോൺസ്. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് വി കോൾ ഇറ്റ് ആസ് പാരാമാഗ്നറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി റാഡിക്കൽ ആവാം, അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. അപ്പോൾ ഇവിടെ സോഴ്സ് ഒന്നും കൂടി പറയാം. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയൻ ആണ്. ഹിയർ ട്രാൻസിഷൻ ടേക്കിംഗ് place between the magnetic energy levels of an electron. What kind of electrons are used? Unpaired electrons are used. Unpaired electrons means it may be radicals, odd electrons or ions. ഇനി എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ഹൈഡ്രജൻ റാഡിക്കൽ ആവാം, CH3 മീഥൈൽ റാഡിക്കൽ ആവാം, അല്ലെങ്കിൽ C6H5 ത്രൈസ് C റാഡിക്കൽ ആവാം. എങ്ങനെ വേണമെങ്കിൽ റാഡിക്കൽ വരാം. മോളിക്യൂൾസ് NO2 NO2 ഇങ്ങനത്തെ മോളിക്യൂൾസിലും നമുക്ക് എന്ത് പോസിബിളാണ്? EPR പോസിബിളാണ്. ഇനി സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സോളിഡ് യൂസ് ചെയ്യാം, ലിക്വിഡ് യൂസ് ചെയ്യാം, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സാമ്പിൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് EPRൻ്റെ ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത്. ഇനി തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ NMRൽ പഠിച്ചത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഇറ്റ് സെൽഫ് ബിഹേവ്സ് ആസ് എ ടൈനി ബാർ മാഗ്നറ്റ്. സോ വെൻ വി അപ്ലൈഡ് ആൻ മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി ഫീൽഡ് ആ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ NMRൽ നമ്മൾ ന്യൂക്ലിയസിനെയാണ് ട്രീറ്റ് ചെയ്തതെങ്കിൽ ഹിയർ ESRൽ വി ട്രീറ്റഡ് വിത്ത് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ബിക്കോസ് ഇലക്ട്രോൺസിനും എന്തുണ്ട്? ഇറ്റ്സ് ഓൺ സ്പിൻ ഉണ്ട്. സോ ദി റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലേ. അപ്പം സ്വന്തമായിട്ട് സ്പിൻ ഉള്ളത് കൊണ്ട് അതിനെന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടാകും. സോ ഇലക്ട്രോൺ ഇറ്റ് സെൽഫ് ആക്ട് ആസ് എ മാഗ്നറ്റ് ഓർ ടൈനി ബാർ മാഗ്നറ്റ് ഓർ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ സ്പിൻ they act as a magnetic dipole. അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. സോ they can interact with the applied magnetic field. Here applied magnetic field. So ഇങ്ങനെ ഇലക്ട്രോണിന് സ്വന്തമായിട്ടൊരു സ്പിൻ ഉള്ളത് കൊണ്ടും അത് സ്വന്തമായിട്ട് അതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നത് കൊണ്ട് സ്പിൻ ചെയ്യുന്നത് കൊണ്ടും അതിനെന്തായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും? ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ അവിടെ എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ആ ഇലക്ട്രോൺസിന് ഈസിലി എന്തായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും? നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഈസി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് ബേസിക്സ്. അപ്പം നമ്മൾ NMRൻ്റെ അതേ ബേസിക്സ് തന്നെയാണ്, പക്ഷേ അവിടെ ന്യൂക്ലിയർ ആണ്. ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺസ് വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ്?
അൺപെയർഡ് ഇലക്ട്രോൺസ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ, ഇഫ് ദ ഇലക്ട്രോൺസ് ഇൻ പെയർഡ് കണ്ടീഷനിലാണ് അല്ലെങ്കിൽ പെയർഡ് സിറ്റുവേഷനിലാണെങ്കിൽ ദർ ഈസ് നോ ഇൻട്രാക്ഷൻ വിത്ത് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് മോളിക്യൂൾ കണ്ടെയ്ൻസ് അൺപെയർഡ് ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ദർ ഈസ് നോ ഇൻട്രാക്ഷൻ വിത്ത് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇഫ് ദ ഇലക്ട്രോൺസ് ഓക്യുപ്പൈഡ് ലൈക്ക് അൺപെയർഡ്, ലൈക്ക് ഇങ്ങനെ ഓടായിട്ട്, ഒന്നെങ്കിൽ ഇങ്ങനെ പെയർ അല്ലാണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഓറിയൻറ്റ് ചെയ്യാം. ഈ ഒരു പാറ്റേണിലാണ് ഇലക്ട്രോൺസ്, അതായത് ഓഡ് ഫോമിലാണ് ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അൺപെയർഡ് കണ്ടീഷൻസിലാണ് ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ട്? ഹാവ് ഇൻട്രാക്ഷൻസ് വിത്ത് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഗോട്ട് ഇറ്റ്. ഇനി എല്ലാവർക്കും അറിയാം ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ മൈനസ് ഹാഫ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്പിൻ ക്വാണ്ടം നമ്പർ എസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എച്ച് ക്രോസ്. എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ h/2π ആണ്. ഇത് നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഫണ്ടമെൻറ്റൽസിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇക്വേഷൻ ഇവിടെ വെറുതെ പറയുന്നതേ ഉള്ളൂ. നമുക്ക് ഡെറിവേഷൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് എച്ച് ക്രോസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സ്പിൻ ആംഗുലർ മൊമെൻറ്റം ക്യാപിറ്റൽ എസ് മോഡുലസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 h/2π. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് അതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. സോ ഇതിൻ്റെ ESR നമുക്ക് എന്തില്ല, ഡെറിവേഷൻസും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് റിലേഷൻസ് നോക്കിയാൽ മതി. പിന്നെ NMRൻ്റെ അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള റിലേഷൻസ് നിങ്ങൾക്ക് UG സ്റ്റുഡൻസിനില്ല, അപ്പോൾ അത്ര ചോദിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിലേഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റിലേഷനാണ് μe. അതായത് ഇവിടെ നമ്മൾ NMRൽ ന്യൂക്ലിയസ് ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇൻ ദ കേസ് ഓഫ് EPR ഓർ ESR മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. സോ ദാറ്റ്സ് വൈ ദ റെപ്രസെൻറ്റേഷൻ μe വെക്ടർ ക്വാണ്ടിറ്റിയാണ്. സോ μe ഈസ് ഈക്വൽ ടു -GE ഡിവൈഡഡ് ബൈ 2mE/s. ഓക്കെ. ദെൻ ഇതിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് E ഈസ് ഈക്വൽ ടു GE ബീറ്റ B0 ms. GE ബീറ്റ B0 ms. ഓക്കെ. ഈ ഓരോ ടേംസും നമ്മൾ NMRൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല. ദെൻ ബീറ്റൻ്റെ വാല്യൂ ESRലേക്ക് വരുമ്പോൾ ബീറ്റൻ്റെ വാല്യൂ 9.274 ഇൻറ്റു 10⁻⁻24 ജൂൾ പെർ ടെസ്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചാൽ മതിയാവുമെന്ന് തോന്നുന്നു. ജസ്റ്റ് essay ഒക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ESR μe ഈസ് ഈക്വൽ ടു -GE E/2mE/s. അതുപോലെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും പറയാം. ഇനി ESRലേക്ക് വരുന്ന സമയത്ത് ഇതിപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഒരു ഇലക്ട്രോണ് റാൻഡം ആയിട്ടായിരിക്കും ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടാകുക. അതിന് പ്രത്യേകിച്ചൊരു സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. പ്ലസ് ഓർ മൈനസ് ഹാഫ് എന്നുള്ള നിലയ്ക്കായിരിക്കും അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഇതിങ്ങനെയായിരിക്കും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പം നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇതിലൊരു സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഈ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനെ ഒന്നെങ്കിൽ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വി ഗോട്ട് സ്പ്ലിറ്റിംഗ് അല്ലേ? നമ്മൾ NMRൽ പറഞ്ഞ അതേപോലെ തന്നെ NMRൽ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? ഇലക്ട്രോൺ ആണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് എനർജി ലെവൽസ് കിട്ടും. ഒന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലും ഒന്ന് ഹയസ്റ്റ് എനർജി ലെവലും. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, NMRൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത്, ഞാൻ NMRൻ്റെതാണ് ഈ കാണിക്കുന്നത്, NMRൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് പ്ലസ് ഹാഫായിരുന്നു ലോവർ സ്റ്റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്, മൈനസ് ഹാഫായിരുന്നു ഹയർ സ്റ്റേറ്റ് വന്നത്. ESRൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. ലോവർ സ്റ്റേറ്റിൽ വരുന്നത് മൈനസ് ഹാഫും അപ്പർ സ്റ്റേറ്റിൽ വരുന്നത് പ്ലസ് ഹാഫും. അപ്പോൾ അത് എന്താ പറയുക, അത് ഇലക്ട്രോണിൻ്റെ അതിൻ്റെ എനർജിയിലുള്ള വേരിയേഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് പഠിക്കുമ്പോഴും അതുപോലെ വരയ്ക്കുമ്പോഴും മാറിപ്പോവരുത്. NMRൽ ലോവർ സ്റ്റേറ്റിൽ പ്ലസ് ഹാഫാണ്, ഹയർ സ്റ്റേറ്റിൽ മൈനസ് ഹാഫാണ്.
ESRൽ ലോവർ സ്റ്റേറ്റിൽ -1/2ഉം ഹയർ സ്റ്റേറ്റിൽ +1/2ഉം. അപ്പോൾ ഇവിടെ നോ B0 കൊടുക്കുമ്പോൾ രണ്ട് എനർജി ലെവൽസ്, അതായത് +1/2ഉം -1/2ഉം എന്താണ്, ഡീജനറേറ്റ് ആയിരിക്കും, സെയിം എനർജി ആയിരിക്കും. വെൻ വി അപ്ലൈ എ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് എന്ത് ചെയ്യും, റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യും, ഒന്ന് ഒപ്പോസ് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് രണ്ട് ലെവലായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റും ഒന്ന് എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്. നമ്മൾ ന്യൂക്ലിയറിൽ വരുമ്പം എക്സൈറ്റഡ് ന്യൂക്ലിയർ സ്റ്റേറ്റ് എന്നാണ് പറയുക. ESRലേക്ക് വരുമ്പോൾ വി കോൾ ഇറ്റ് ആസ് എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്. ആൻഡ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ലെവൽ ഓഫ് ദി ഇലക്ട്രോൺ. ഇത് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് എനർജി സ്റ്റേറ്റ് ആണ്. സോ ഇവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത് ഇതിൻ്റെ മാഗ്നറ്റിക് എനർജി ലെവൽസിലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, നമ്മൾ NMRൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. സോ എനർജി ഓഫ് -1/2, ദാറ്റ് ഈസ് ഗ്രൗണ്ട് ലെവൽ. എനർജി ഓഫ് ഗ്രൗണ്ട് ലെവൽ എത്ര വരുന്നത്, -1/2 ഇൻറ്റു GE ബീറ്റ B0. ഇനി എനർജി ഓഫ് എക്സൈറ്റഡ് ലെവൽ +1/2 GE ബീറ്റ B0. ഇനി രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് ഡിഫറൻസ് ഓർ ചേഞ്ച് ഇൻ എനർജി ഓഫ് ബോത്ത് ലെവൽ ഇസ് ഈക്വൽ ടു -1/2ഉം +1/2ഉം ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ റിമെയിൻസ് GE ബീറ്റ B0. അപ്പോൾ ΔE കിട്ടി. ΔE is equal to GE beta B0. GE beta B0. അപ്പോൾ നമ്മൾ എനർജി ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് -1/2ഉം +1/2ഉം ഈ ഡിഫറൻസ് ആണ് എന്ത്, ΔE. ΔE is equal to GE beta B0. ഇനി ഈ ആക്സിസിൽ B0 അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ്, ഇവിടെയാണ് എന്ത്, എനർജി. ഓക്കെ, ഇനി നമുക്ക് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയിൽ എഴുതാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു NMRൽ ചെയ്ത അതേ കാര്യം തന്നെയാണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ΔE/h വിച്ച് ഈസ് ഈക്വൽ ടു GE ബീറ്റ B0/h ഹെർട്സ്. അപ്പോൾ ഈ റിലേഷൻസ് NMRൽ പഠിച്ചു കഴിഞ്ഞാൽ ESRലേക്കും അത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ NMRൽ ചെയ്ത അതേപോലെ തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഫ്രീക്വൻസി സ്വീപ്പും ഒന്ന് ഫീൽഡ് സ്വീപ്പും. ഫ്രീക്വൻസി സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആയിരിക്കും വേരിയബിൾ, മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ B0 കോൺസ്റ്റൻറ്റ്, ഫ്രീക്വൻസി വേരിയബിൾ ആണെങ്കിൽ that type of spectrum is known as frequency sweep, അല്ലെങ്കിൽ that type of method is known as frequency sweep method. ഫീൽഡ് സ്വീപ്പ് ആണെങ്കിലോ, ഫീൽഡ് ആയിരിക്കും അവിടെ വേരിയബിൾ, ഫ്രീക്വൻസി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഫ്രീക്വൻസി ബിക്കംസ് കോൺസ്റ്റൻ്റ് ആൻഡ് B0 ബിക്കംസ് വേരീസ്. സോ ദാറ്റ് മെത്തേഡ് ഇസ് നോൺ ആസ് ഫീൽഡ് സ്വീപ്പ് മെത്തേഡ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. EPRൽ നമ്മൾ ഓൺലി ഡീൽസ് വിത്ത് പാരാമാഗ്നറ്റിക് കോമ്പൗണ്ട്സ്. ഇൻ EPR വി ഡീൽസ് ഓൺലി വിത്ത് പാരാമാഗ്നറ്റിക് കോമ്പൗണ്ട്സ്. ഇനി ഇതിൽ G ഫാക്ടറാണ്. അപ്പോൾ ആ G ഫാക്ടറിൻ്റെ ഡെറിവേഷൻ ഒന്നുമില്ല. G ഫാക്ടർ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ G ഫാക്ടർ നമ്മൾ EPR മെഷർമെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, മോളിക്കുലാർ സ്പീഷീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻ്റ് ആണ് എന്ത്, G ഫാക്ടർ എന്ന് പറയുന്നത്. അത് ഡെഫിനിഷൻ വൈസ് നിങ്ങൾക്ക് ഞാൻ നോക്കട്ടെ, വേറെ എവിടുന്നെങ്കിലും തരാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു ഡെഫിനിഷൻ വൈസ് ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് G ഫാക്ടറിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കാം. ദാറ്റ് ഇക്വേഷൻ കമ്മിങ് ഫ്രം ദ ഇക്വേഷൻ ഓഫ് ഫ്രീക്വൻസി, ദാറ്റ് ഇസ് mu ഈസ് ഈക്വൽ ടു GE ബീറ്റ B0 1 - സിഗ്മ. ഇവിടെ B എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു, ആദ്യത്തെ ഇക്വേഷൻ GE ബീറ്റ B0/h ആയിരുന്നു. അതിൽ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B0 1 - സിഗ്മയാണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B0 1 - സിഗ്മയാണ്. സോ സിഗ്മ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, സ്ക്രീനിങ് കോൺസ്റ്റൻ്റ് ആണ്. സോ ആ ട്രാൻസിഷൻ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ എഴുതാം, GE ബീറ്റ B0 1 - സിഗ്മ/h. ഓർ എങ്ങനെ എഴുതാം, mu ഈസ് ഈക്വൽ ടു GE ബീറ്റ B0/h. ഓക്കെ, യെസ്. ഇനി ഇതിൽ ഈ G എന്ന് പറയുന്നത് എന്താണ്, GE ഇൻറ്റു 1 - സിഗ്മയാണ്. ഓക്കെ, ഇതാണ് എന്ത്, ന്യൂക്ലിയർ G ഫാക്ടർ എന്ന് പറയും. എന്താ പറയുക, ന്യൂക്ലിയർ
ജി ഫാക്ടർ അല്ലെങ്കിൽ ജി ഫാക്ടർ ഫോർ ദ മോളിക്കുലാർ സ്പീഷീസ് ഓർ ജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ബി ബൈ ബീറ്റ ബൈ B0. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാകും. ജി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GE ഇൻറ്റു 1 - സിഗ്മയാണ്. അതിൽ സിഗ്മ എന്ന് പറയുന്നത് സ്ക്രീനിങ് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ആ ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. എച്ച് ന്യൂ ഡിവൈഡഡ് ബൈ ബീറ്റ B0 ആണ്. ഇനി ഇതിൻ്റെ ESR സ്പെക്ട്രമാണ്. ESR സ്പെക്ട്രം സാധാരണ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ds/dB എഗെയിൻസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടാണ് വരയ്ക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ സിഗ്നൽ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സിഗ്നൽ സ്ട്രെങ്ത് എന്ന് പറയും. ചേഞ്ച് ഇൻ സിഗ്നൽ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ds/dB എഗെയിൻസ്റ്റ് B0 ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ വി ഗോട്ട് എ സ്പെക്ട്രം ലൈക്ക് ദിസ്. ഇതുപോലെയായിരിക്കും സ്പെക്ട്രം കിട്ടുക. നമ്മൾ ECG വേവില്ലേ, അതുപോലെയാണ് കിട്ടുക. എളുപ്പത്തിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി, ഇങ്ങനെ വരച്ചാൽ മതി, ഇതുപോലെ കിട്ടും. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ഡെറിവേറ്റീവ് അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബ്രോഡ് പീക്കായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ്, ഇതാണ് നമ്മൾ എടുക്കാറ്. ഡെറിവേറ്റീവ് സ്പെക്ട്രമാണ് നമ്മൾ എടുക്കാറ്. ഈ പീക്ക് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. ഇതൊരു പീക്ക്. ഇതുപോലെ ഇപ്പം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതൊരു പീക്ക്, പിന്നെ ഇത് അടുത്ത പീക്ക്, ഇതടുത്ത പീക്ക്. ഓക്കെ, ഈ രണ്ട് പീക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് NMRൽ രണ്ട് പീക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു, J. അതുപോലെ ESRലും എന്തുണ്ട്, ഈ പീക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർഫൈൻ കപ്ലിംഗ് കോൺസ്റ്റൻ്റ്. അത് ആ ഭാഗം എത്തുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പീക്ക് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ESRൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് സ്റ്റാൻഡേർഡാണ് DPPH. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NMRൽ നമ്മൾ യൂസ് ചെയ്തത് ഏതാണ്, ടെട്രാമീഥൈൽ സിലൈൻ. അതുപോലെ ESRൽ അല്ലെങ്കിൽ EPRൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് സ്റ്റാൻഡേർഡാണ് DPPH. DPPH എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് DPPH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, എല്ലാവർക്കും അറിയാം. ഡൈഫിനൈൽ പിക്രൈൽ ഹൈഡ്രസൈൽ റാഡിക്കൽ. ഡൈഫിനൈൽ പിക്രൈൽ ഹൈഡ്രസൈൽ റാഡിക്കൽ. അപ്പോൾ അതിൻ്റെ പേര് എഴുതി വെക്കണം. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇത് ചോദിക്കാറുണ്ട്, DPPHൻ്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്, അതിൻ്റെ ഫുൾ നെയിം ചോദിക്കാറുണ്ട്. ഓക്കെ, അതിൻ്റെ G ഫാക്ടർ 2.0036 ആണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. G ഫാക്ടർ 2.0036 ആണെന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. യെസ്, ഇനി അടുത്തതാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ്. ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ NMRൽ സ്പ്ലിറ്റിംഗ് പഠിച്ചു അല്ലേ, അതായത് സ്പിൻ സ്പ്ലിറ്റിംഗ് പഠിച്ചു അല്ലേ. സ്പിൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പ്രോട്ടോണിൻ്റെ തൊട്ടടുത്ത് എന്താണ് നോൺ ഇക്വലൻ്റ് എൻവയോൺമെൻ്റ് ഉള്ള പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ അവരുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻട്രാക്ഷൻ കാരണം എന്താകും, സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ചുറ്റും ഉണ്ടാകുമല്ലോ, നെയ്ബർഹുഡായിട്ടുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മൾ ഏതിൻ്റെതാണോ നമ്മൾ സ്പ്ലിറ്റിംഗ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇവിടെയും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. സോ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ESR അബ്സോർപ്ഷൻ സിഗ്നൽ ടു എ നമ്പർ ഓഫ് കോമ്പോണൻറ്റ്സ്. എന്താണ്, ഇറ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ESR അബ്സോർപ്ഷൻ സിഗ്നൽ ടു എ നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ് is known as hyperfine splitting. Hyperfine splitting means when magnetic moments of unpaired electrons can interact with the magnetic moments of neighboring nuclei. കണ്ടോ, ഒരു മോളിക്യൂളിൻ്റെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് അതിൻ്റെ നെയ്ബറിങ് ഇലക്ട്രോൺസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അബ്സോർപ്ഷൻ സിഗ്നൽ എന്താകും, നമ്പർ ഓഫ് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് 2 ലെവൽ കിട്ടും. ഈ ലെവൽ തന്നെ വീണ്ടും എന്താണ്,
സ്പ്ലിറ്റ് ചെയ്യുക. ഈ ലെവലിൽ തന്നെ വീണ്ടും എത്ര ഇലക്ട്രോൺ അല്ലെങ്കിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് +or-1 ആണ്. സെലക്ഷൻ റൂൾ ട്രാൻസിഷൻ നടക്കുന്നത് ഒരു ലെവലിൽ നിന്ന് ഒരു ലെവലിലേക്ക്, അത് തൊട്ടടുത്തുള്ള എനർജി ലെവലിലേക്ക് അത് ട്രാൻസിഷൻ നടക്കുള്ളൂ. സോ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് +or-1 ആണ്. ആൻഡ് ΔMi = 0 ആണ്. യെസ്, ഇനി നമുക്കൊരു ഇത്രയും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പ്രിൻസിപ്പിളിലൊന്നും നമുക്കിനി തെറ്റാനില്ല. ഒക്കെ NMR പോലെ തന്നെയാണ് ഇലക്ട്രോൺ വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്കൊരു ESR ഓഫ് ഹൈഡ്രജൻ ആറ്റം എടുക്കാം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ എല്ലാവർക്കും അറിയാം ഒരു ഇലക്ട്രോണേ ഉള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സ്പിൻ മൊമെൻറ്റം അല്ലെങ്കിൽ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് +or-½ ആണ്. അതുപോലെ MI എന്ന് പറയുന്നത് +or-½ ആണ്. ഐ വാല്യൂ എന്താണ്? +or-½ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് അതിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം? MS, MI. അപ്പോൾ ഇതിൽ പോസിബിൾ ഓറിയൻറ്റേഷൻ എങ്ങനെ വരാം? ഒന്ന് -½ +½ വരാം, ഒന്ന് -½ -½ വരാം, ഒന്ന് +½ -½ വരാം, ലാസ്റ്റ് +½ +½ വരാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എപ്പോഴും ഏറ്റവും ലോവസ്റ്റ് എനർജിയിൽ വരെ ഏതാണ്? -½ +½ അത് കഴിഞ്ഞാൽ വരുന്നത് -½ -½ അത് കഴിഞ്ഞാൽ വരെ +½ -½ അത് കഴിഞ്ഞാൽ വരെ +½ ഏറ്റവും ടോപ്പ് എനർജിയിൽ വരുന്നത് ആരാണ്? +½ +½ ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുക, കോമ്പിനേഷൻസ്, അതായത് എന്താ പറയുക, സെലക്ഷൻ റൂൾസ് വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ട്രാൻസിഷൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുക. സെലക്ഷൻ റൂൾ എന്തായിരുന്നു? നമ്മുടെ ΔMS = +or-1 ആണ്. അതുപോലെ തന്നെ ΔMi = 0. ഇതാണ് നമ്മുടെ സെലക്ഷൻ റൂൾ. അപ്പോൾ ഒരു ലെവലിനെ പോകാൻ പാടുള്ളൂ. അപ്പോൾ അക്കോർഡിംഗ് ടു സെലക്ഷൻ റൂൾ ട്രാൻസിഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ എങ്ങനെ -½ +½ എന്ന് എവിടേക്ക് പോകും? ഇത് +½ ആണ്, +½ -½ +½ ഈ ഒരു ലെവലിന് +½ എല്ലാം +½ പോകും. ഇനി എല്ലാ -½ ഏതിലേക്ക് പോകും? +½ -½ പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് നോക്കാം. ആദ്യത്തെ സ്പ്ലിറ്റിംഗ് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്? ഇവിടെ നോ ഫീൽഡാണ്. ഇതെന്താണ്? നോ B0 ആണ്. ഇവിടെ എന്തുണ്ട്? B0 അപ്ലൈ ചെയ്തു. ഈ സ്പ്ലിറ്റിംഗ് എല്ലാവർക്കും അറിയാം. ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് -½ ഇത് +½ ഇനി വീണ്ടും എന്താണ്? ഇത് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യൽ എങ്ങനെയാണ്? ഈ ലെവൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു 1 2. അതാണ് ഏത്? MI = +½ -½ ഇനി ഈ ലെവൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഇതാണ് എന്ത്? MI = -½ +½ ഇനി ട്രാൻസിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ട്രാൻസിഷൻ നടക്കുന്നത്? ഈ ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയും ട്രാൻസിഷൻ നടക്കാം. ഓക്കെ, ഈ ട്രാൻസിഷൻ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് +½ +½ ഇനി ഇവിടെയോ ഈ ലെവൽ +½ -½ ഇനി ഈ ലെവൽ -½ +½ ഇതോ? ഇത് എല്ലാം -½ അല്ല, ഇതെല്ലാം -½ -½ +½ ഓക്കെ. ഒരു കാര്യം, ഈ ലെവലിലെ ഹയസ്റ്റ് എനർജി ലെവലാണ് ഇത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? -½ ഈ ലെവലിലെ ഹയസ്റ്റ് എനർജി സ്റ്റേറ്റ് ആണ് ഈ +½ സോ ഇതെല്ലാം ഇതിൻ്റെ എനർജി മൊത്തം എന്താണ്? +½ +½ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് ഓൾട്ടർനേറ്റീവ്സ്
കൊടുക്കേണ്ടുന്നത്. ആദ്യം പ്ലസ് ഹാഫ്, മൈനസ് ഹാഫ്, മൈനസ് ഹാഫ്, പ്ലസ് ഹാഫ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വൃത്തിയിൽ എഴുതുക. ഞാൻ വലിയ വൃത്തിയിലൊന്നല്ല എഴുതിയിട്ടുള്ളത്, കാരണം എനിക്ക് ക്യാമറയിലും കിട്ടണം, എല്ലാത്തിലും കിട്ടണം. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഹൈഡ്രജൻ്റെ ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജനെ എത്ര ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു? ഈ ലെവല്, അതായത് ഇത് ഒരു പെയറായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ഈ ലെവൽ ഒരു പെയറായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്ട്രം വരയ്ക്കുന്ന സമയത്ത് എങ്ങനെ വരും? നമ്മൾ സ്പെക്ട്രം വരയ്ക്കുകയാണ്. ds/dp വരയ്ക്കുന്ന സമയത്ത് കണ്ടോ, നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ്, ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കും. സോ ഹൈഡ്രജന് എത്ര ESR പീക്ക് ഉണ്ട്? എത്ര ESR പീക്ക് ഉണ്ട്? 2 പീക്ക് ഉണ്ട്. എത്ര പീക്ക് ഉണ്ട്? 2 പീക്ക് ഉണ്ട്. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു കുറുക്ക് വഴിയുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം ഇത്രയും നിർത്തുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ESRൻ്റെ ഫണ്ടമെൻറ്റൽസ്. ഇനി കുറച്ച് പ്രോബ്ലംസ് നമുക്ക് പറയാം.